വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൺലൈൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. LDC ടൈം കീപ്പർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്കുള്ള എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ ആൻസറുകളും കൂടി കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള വാട്ടർ അതോറിറ്റിയാണ്. ഡേറ്റ് ഓഫ് ടെസ്റ്റ് 22/4/2025. ലാംഗ്വേജ് മലയാളം. Question: whose autobiography is Stumped, Life Behind and Beyond 22 Yards? Stumped, Life Behind and Beyond 22 Yards ഇത് ആരുടെ ആത്മകഥയാണ്? സയ്യിദ് കിർമാനിയുടെ ആത്മകഥയാണ്. Question 2: I Too Had a Dream is a autobiography of I Too Had a Dream ഇത് ആരുടെ ആത്മകഥയാണ്? കറക്റ്റ് ആൻസർ ഡോക്ടർ വർഗീസ് കുര്യൻ. Question 3: who among the following was in charge of a referendum conducted in Ponnani Taluk as part of ഗുരുവായൂർ സത്യാഗ്രഹ? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പൊന്നാനി താലൂക്കിൽ സംഘടിപ്പിച്ച ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം വഹിച്ചത് ആരാണ്? ടി പ്രകാശം ആണ്. Question 4: Kathakali is said to have originated from which of the following dance form? താഴെ സൂചിപ്പിച്ച നൃത്തകലകളിൽ ഏതിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത്? രാമനാട്ടം. Question 5: which among the following movement leaders was a member of Constituent Assembly which framed the Constitution of India? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത് താഴെ പറയുന്നവരിൽ ഏത് വനിതാ നേതാവാണ്? ദാക്ഷായണി വേലായുധനാണ്. Question 6: freedom fighter of India who is known as the Prince of Patriots? Who is known as the Prince of Patriots? ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സുഭാഷ് ചന്ദ്രബോസ്. Question 7: considering the given list, which one falls in the category of Jovian planet? താഴെ നിരയിൽ നിന്നും ജോവിയൻ ഗ്രഹങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതിനെ കണ്ടെത്തുക. ജൂപ്പിറ്റർ അഥവാ വ്യാഴം. Question 8: which planetary wind blows from the subtropical high pressure belt to the subpolar low pressure belt? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്, ദ വെസ്റ്റർലൈസ്. പടിഞ്ഞാറൻ വാതകങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പടിഞ്ഞാറൻ വാതകങ്ങൾ. Question 9. Arrange the following mountain passes in their descending order of altitude from the mean sea level. താഴെ തന്നിരിക്കുന്ന പർവ്വത ചുരങ്ങളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് അവരോഹണ ക്രമത്തിൽ വിന്യസിക്കുക. ഡിസെൻഡിങ് ഓർഡറിലാണ് ഇത് അറേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ വരുമ്പോൾ ആദ്യം വരുന്നത് കറക്റ്റ് ആൻസർ ഇത് ഓപ്ഷൻ ബി ആണ്. ആദ്യം വരുന്നത് ബാരലാച്ച, അതിനുശേഷം ബുർജില, അതിനുശേഷം ഫോർട്ടുല, നാലാമത് വരുന്ന സോജിലയാണ്. ഇതാണ് അവരോഹണ ക്രമത്തിന്റെ. Question number 10. Neeleswaram of Kasaragod district in Kerala is known for the presence of which of one of the following mineral deposits? താഴെ പറയുന്ന ധാതുക്കളിൽ ഏതിന്റെ നിക്ഷേപമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ബോക്സൈറ്റ്. Question 11. The famous Chilka Lake is located in which of the following state? പ്രശസ്തമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കണ്ടെത്തി രേഖപ്പെടുത്തുക. ഒഡീഷ. ഓപ്ഷൻ എ ഒഡീഷ ആണ് ആൻസർ. Question 12. On a map, the scale is given as a statement 1 cm, right? 1 centimeter represents 2 kilometer on the ground. Which of the following fractional scales correctly represents this statement? ഒരു ഭൂപടത്തിൽ തോത് 1 സെന്റിമീറ്റർ 2 കിലോമീറ്റർ സൂചിപ്പിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. താഴെ പറയുന്ന ഏത് അംശബന്ധ തോത് രീതിയാണ് പ്രസ്താവനയെ ശരിയായി പ്രതിനിധാനം ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1:2 lakh. 1:2 ലക്ഷം. Question number 13. The development strategy of India since 90 is focused greater reliance on. 1990-കൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഏത് നയത്തിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മാർക്കറ്റ് മെക്കാനിസം ആൻഡ് പ്രൈവറ്റ് സെക്ടർ. വിപണി യാന്ത്രികതയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം. Question number 14. The impact and the incidence of a tax are borne by different entities is true in the case of which among the following tax? ഒരു നികുതിയുടെ ഭാരം അഥവാ പ്രഭാവവും ബാധയും വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്ന താഴെ പറയുന്ന ഏത് നികുതിയിലാണ്? ഓപ്ഷൻ ബി ഇൻഡയറക്റ്റ് ടാക്സ്. Question number 15. Dr. M. Swaminathan was an advocate of Evergreen Revolution, which stood for. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എവർഗ്രീൻ വിപ്ലവത്തിനു വേണ്ടി വാദിച്ചിരുന്നതായി അറിയപ്പെടുന്നു.
അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, സസ്റ്റൈനബിൾ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് പ്രിസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. പരിസ്ഥിതി സൗഹൃദമായ കൃഷി, സ്ഥിരതയുള്ള ആഹാര സുരക്ഷ, ജൈവ വൈവിധ്യം സംരക്ഷിക്കുക. ക്വസ്റ്റ്യൻ 16. വിച്ച് ടാക്സ് ഇൻ ഇന്ത്യ ഈസ് കോമൺലി റെഫേർഡ് ടു ആസ് ദി ഗൂഗിൾ ടാക്സ്? ഇന്ത്യയിൽ ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഈക്വലൈസേഷൻ ലെവിയാണ്. ഓപ്ഷൻ സി, ഈക്വലൈസേഷൻ ലെവി. ക്വസ്റ്റ്യൻ 17. വിച്ച് ആർ ദി കറണ്ട് GST റേറ്റ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകൾ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 0%, 5%, 12%, 18% ആൻഡ് 28%. Question 18. Which among the following is a trading platform created by the Government of India and an object of one nation and market for agriculture crops in India? ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇ നാം. ക്വസ്റ്റ്യൻ 19. Which fundamental right guaranteed by the Indian Constitution is associated with the principles of double jeopardy, ex post facto, the protection against self-incrimination? കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ. ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷ. കുറ്റാരോപിതനെ അയാൾക്കെതിരെ സാക്ഷിയാക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്. കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ. ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷ. കുറ്റാരോപിതനെ അയാൾക്കെതിരെ സാക്ഷിയാക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 ആണ് ഇതിന്റെ ആൻസർ. Question 20. The Constitution 92 Amendment Act 2003 amended the schedule to the Constitution to include which of the following language? Select the correct answer using the code given below. 2003 ഭരണഘടന 92 ഭേദഗതി നിയമം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത് താഴെ പറയുന്ന ഏതെല്ലാം ഭാഷകളെ ഉൾപ്പെടുത്തി?
ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ, A1, 2 and 3. 1, 2, 3 മാത്രം. Question 21. Consider the following fundamental duties of Indian citizens as per the Constitution of India. ഭാരതീയ ഭരണഘടന, which of the statement given above is correct? ഭാരതീയ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലികാവകാശ കടമകൾ താഴെ പറയുന്നവർ ഉൾപ്പെടുത്തുന്നുണ്ടെന്നും പരിഗണിക്കും. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക, തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക, ശാസ്ത്രീയ മനോഭാവം വളർത്തുക, പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഏതാണ് ശരി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എഡീന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ നിന്നും ഓൾ സെലക്ട് ചെയ്യുക. ചാനൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.